ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്ക് ഇപ്പോൾ ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ആശങ്ക എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നു. വയനാട് ബെയിലി പാലത്തിന് സമീപം കുത്തൊഴുക്ക് പ്രദേശത്ത് കനത്ത മഴ തുടരുന്നു. ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഞങ്ങളുടെ പ്രതിനിധി ജോഷില അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോൾ ഏറ്റവും വയനാട് ബെയിലി പാലത്തിന് സമീപം കുത്തൊഴുക്കുണ്ടായി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നു. കണ്ടതാണ് കഴിഞ്ഞ ചുരൽമലയിലുണ്ടായ ദുരന്തം. കേരളം കണ്ടതാണ്. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാതെ അവിടെ ഒഴുകിയെത്തിയ സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഏതായാലും നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പ് അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ വകുപ്പ് അടക്കം അവിടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കനത്ത മഴയാണ് വയനാട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് രാത്രി കനത്ത മഴയുണ്ടായി. കുത്തൊഴുക്കിൽ വലിയ കല്ലുകൾ ഒഴുകിയെത്തുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഏറ്റവും ഇനി അറിയേണ്ടത് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പുന്നപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നു. വലിയ ശക്തമായ മഴയുണ്ട്. നേരത്തെ ഉണ്ടായ ആ ബെയിലി പാലം, ആ ഉരുൾപൊട്ടൽ ഉണ്ടായ ചൂരൽമലയിൽ കരസേന താൽക്കാലികമായി നിർമ്മിച്ച ബെയിലി പാലം, ആ ബെയിലി പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നു എന്നുള്ള വിവരങ്ങളാണ്. അതായത് കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. കഴിഞ്ഞ രാത്രിയുണ്ടായ, നമുക്ക് ഓർമ്മയുണ്ട്, ചൂരൽമല ദുരന്തമുണ്ടായ രാത്രി അടുപ്പിച്ച് 3 ഉരുൾപൊട്ടലുകൾ, അതിലുണ്ടായ കനത്ത നാശനഷ്ടം, നിരവധി ജീവനുകൾ നഷ്ടമായതെല്ലാം മുന്നിലുണ്ട്. ഏതായാലും വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. കനത്ത മഴ പ്രദേശത്ത് തുടരുന്നു. ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ള, പുന്നപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ജോഷില, എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ? ഉരുൾപൊട്ടൽ ഉണ്ടായോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരം, സ്ഥിരീകരിക്കാനാകുന്ന വിവരം? സിജു, രാവിലെ മുതൽ ശക്തമായ മഴയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ മുഴുവൻ മഴയായിരുന്നു. ഇന്നലെ പകൽ അല്പം ചോർച്ചയുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുന്നപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമായിരുന്നു. ഈ മഴക്കാലം തുടങ്ങിയത് മുതൽ നീരൊഴുക്ക് ശക്തമായിരുന്നു. ഇപ്പോൾ പുന്നപ്പുഴ കവിഞ്ഞൊഴുകുന്ന, ദിശമാറി ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദിശമാറി ഒഴുകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ചേറിന്റെ മണം വരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ ചേറിന്റെ മണം വരുന്നുണ്ടെങ്കിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്, മലമുകളിൽ എവിടെയോ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. തൊഴിലാളികൾ ഇന്ന് രാവിലെ തന്നെ പണിക്ക് പോയി അക്കരയ്ക്ക് എത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ള തൊഴിലാളികൾ ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ ഇപ്പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതും വലിയ ആശങ്കയിലായിരിക്കുകയാണ്. എന്തായാലും നീരൊഴുക്ക് ശക്തമാണ്. ബെയിലി പാലം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന, ബെയിലി പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജോഷ്ല നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജോഷ്ല നിൽക്കുന്നത് ബെയിലി പാലത്തിന് അരികിലാണോ? വലിയ തരത്തിലുള്ള മഴയുടെ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ഈ ജോലിക്കായി പോയവരുമായുള്ള ബന്ധങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കുന്നുണ്ടോ? അവരെന്താണ് പറയുന്നത്? ജില്ലാ ഭരണകൂടം എന്താണ് പറയുന്നത്? ഇപ്പോൾ നിലവിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കനത്ത ശക്തമായ മഴയാണ് പെയ്യുന്നത്. നാട്ടുകാർ പറയുന്നത് പോലെ ചേറിൻ്റെ മണമുണ്ട്. അതിൻ്റെ അർത്ഥം മുകളിൽ എവിടെയോ ചെറിയ തരത്തിലെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ചെളിയും മണ്ണും കലർന്ന വെള്ളം താഴേക്ക് ഒഴുകുന്നു എന്ന് തന്നെയാണ്. കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും പ്രദേശത്ത് തുടരുന്നത്. ജോഷ്ല, അല്ലേ? സിജു, കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ കനത്ത മഴയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നീരൊഴുക്ക് ശക്തമാണ് പുഴയിൽ. മാത്രമല്ല, തൊഴിലാളികളുമായുള്ള ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. തൊഴിലാളികളുമായി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ ഇവിടേക്ക് എത്തിക്കാനുള്ള എല്ലാ സന്നദ്ധ സേവകരും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു ആശങ്ക തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികളെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ പഴയ ഒരു ഉരുൾപൊട്ടലിന്റെ ആ ഒരു ഭയം ജനങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ ആ ഒരു രീതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ നിൽക്കുന്നവരെ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവരെ ഇപ്പുറത്തേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിജു, വയനാട്ടിൽ ചൂരൽമലയിൽ കനത്ത മഴ തുടരുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ്
ഞങ്ങളുടെ പ്രതിനിധി ജോഷ്ല നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായി, ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന വിവരങ്ങൾ കൂടിയാണ് ജോഷില പങ്കുവയ്ക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദുരന്ത സമയത്ത് നിർമ്മിച്ച ബെയിലി പാലത്തിന് മുകളിലൂടെ ജലം ശക്തമായി ഒഴുകുന്നു, പുന്നപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു എന്ന തരത്തിലാണ്. കുത്തൊഴുക്കിൽ വലിയ കല്ലുകൾ ഒഴുകിയെത്തുന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ജോഷില പങ്കുവച്ചത്.